അസ്സലാമലൈക്കും, എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ മുട്ട മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. സവാള നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താൽ എന്താരോ പെട്ടെന്ന് സവാള നന്നായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സവാള നല്ലോണം വഴറ്റിയെടുക്കും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ, വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളി സവാളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലെ ഈ തക്കാളി സവാളയൊക്കെ ഉണ്ടല്ലോ, അത് നല്ലോണം വഴറ്റിയിട്ട് നല്ലോണം വെന്ത് യോജിക്കണം. അതുവരെ ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ഒരു 1/2 കപ്പ് ഉണ്ടാവും, അത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ തക്കാളി സവാളയും മസാലകളൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ഈ തക്കാളിയും സവാളയും ഈ മസാലകളൊക്കെ നല്ലോണം വെന്തിന് യോജിക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിനി തിളച്ചിന് വറ്റിക്കണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി ഓരോ സൈഡിലാക്കിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, ഇളക്കി കൊടുക്കരുത്. ഇപ്പോൾ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാതെ ഒരു 4 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഇത് അടച്ചു വെക്കുന്നത് നല്ല കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാതിരിക്കുന്നതാണ്. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇപ്പം മുട്ടയുടെ അടിഭാഗം ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 2 മിനിറ്റ് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഈ മുട്ടയിലെ മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ മുട്ട മസാല ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ എന്നല്ല എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാട്ടോ. ഞാനത് വെറുതെ പറയുന്നതല്ല, തീർച്ചയായും നിങ്ങളതൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കൊണ്ടു. ഇന്നത്തെ നമ്മുടെ മുട്ട മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.